നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 110 സീറ്റുകൾ നേടുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. LDFന് ഒരു കോലുവിന്റെയും സ്ട്രാറ്റജി ഇല്ലെന്നും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിശ്വാസമാണ് പ്രധാനമെന്നും റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 110 സീറ്റുകൾ നേടി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മിഷൻ 110 യാഥാർത്ഥ്യമാക്കും. കോഴിക്കോട് ജില്ലയിൽ 13-ൽ 13 സീറ്റും LDF നേടും. 3 മണിക്കൂർ നീണ്ട പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. വികസന കാര്യങ്ങൾ മന്ത്രിമാർ വിശദീകരിക്കും. ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കഴിഞ്ഞ തവണ LDF വിജയിച്ച സീറ്റുകളിൽ വിജയിച്ച് വരാൻ വേണ്ടി പറ്റുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട സീറ്റുകളും ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കണക്ക് പരിശോധിച്ചാൽ UDFന് വലിയ ലീഡില്ലാത്ത മണ്ഡലങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരു പരിശോധന നടത്തിയപ്പോൾ ഒരു 110 സീറ്റ് LDFന് വിജയിച്ച് വരാൻ വേണ്ടി സാധിക്കുമെന്നാണ് പൊതുവെ ഇന്നലത്തെ സ്പെഷ്യൽ ക്യാബിനറ്റ് വിലയിരുത്തിയത്. അതിൽ കോഴിക്കോട് ജില്ലയിൽ 13-ൽ 13 സീറ്റും LDFന് വിജയിക്കാൻ വേണ്ടി പറ്റും. കനകോലുവിന്റെ സ്ട്രാറ്റജിയല്ല, ജനങ്ങളുടെ വിശ്വാസമാണ് പ്രധാനം. സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കോൺഗ്രസ് മറന്നു. കനകോല് സിന്ദാബാദ് എന്നാണ് പുതിയ മുദ്രാവാക്യമെന്നും റിയാസ് പരിഹസിച്ചു. ഞാൻ പ്രധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ, വ്യാപാരികൾ, കർഷകർ, യുവജനങ്ങൾ അവരായിട്ട് സംബന്ധിച്ചിട്ടാണ് മുന്നോട്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം. നവീകരിച്ച മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.